ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡൂഡ് 390 വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മളെ സ്ക്രാം ഫോറിൻ്റെ വാക്ക് അറൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഇതിലെന്ന് വെച്ചാൽ സ്ക്രാം 411 നമ്മുടെ ഹിമാലയൻ്റെ ബേസിൽ വന്ന് ആ 411cc വന്ന സ്ക്രാമാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറായിരുന്നു. ഓരോ ലുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ ഓവറോൾ ലുക്ക് വരുന്നത് പണ്ടത്തെ ഹിമാലയൻ്റെ സെയിം ലുക്കാണ്. ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പോയാൽ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്സ് ആയിരുന്നു. ഡുവൽ ചാനൽ ABS ആണ്. അതേപോലെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നതെന്ന് വെച്ചാൽ സ്പോക്ക് വീൽസ് ആയിരുന്നു. വരുന്നതെന്ന് വെച്ചാൽ ഒരു ഹലോജൻ ഹെഡ് ലാമ്പും പിന്നെ ഹലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു. പിന്നെ സൈഡിലേക്ക് പോയാൽ ടാങ്കിൻ്റെ ഒരു ചെറിയൊരു ഗാർഡ് പോലെ പിന്നെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. പിന്നെ ആ 11 ലിറ്റേഴ്സ് ടാങ്ക് പഴയ ഹിമാലയനെ കണ്ട പോലത്തെ ആ 11 ലിറ്റേഴ്സ് ടാങ്ക് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ആ 411cc എഞ്ചിനായിരുന്നു. എയർ കൂൾഡ് എഞ്ചിനായിരുന്നു. പിന്നെ പഴയ എക്സോസ്റ്റ് ആയിരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഡിസ്ക് ബ്രേക്സ് ആയിരുന്നു. അതേപോലെ സസ്പെൻഷൻ എന്ന് വെച്ചാൽ മോണോഷോക്കാണ്. കാണാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ. പിന്നെ ബാക്കിൽ വരുന്നതെന്ന് വെച്ചാൽ LED ടൈൽ ലാമ്പായിരുന്നു. അതേപോലെ ഹലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു സാരി കാർഡുണ്ട്. ഒതുക്കിയിട്ടുള്ള സാരി കാർഡാണ്. അത്ര എക്സ്പോസിറ്റിൽ പുറത്തേക്ക് ഇങ്ങനെ കളിയാക്കുന്ന ഒന്നുമില്ല. ഒതുങ്ങിയിട്ട് ഉള്ള സാരി കാണാൻ. പിന്നെ ട്രാൻസ്മിഷൻ്റെ ഭാഗത്തേക്ക് പോയ ചെയിൻ ഡ്രൈവ് ആയിരുന്നു. അതേപോലെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു പിന്നെ സൈഡിലേക്ക് പോയ ഇവിടെ ഇങ്ങനെ ഒരു പാനലുണ്ട്. അതിൽ സ്ക്രാം 411 ഉണ്ട്. പിന്നെ താഴേക്ക് പോയാലൊരു മെറ്റലായിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ആയിരുന്നു. പിന്നെ അതിലേക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോയാൽ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റായിരുന്നു. കുറച്ച് മീഡിയം ടൈപ്പ് സീറ്റായിരുന്നു. പക്ഷെ നല്ല കംഫർട്ടാണ്. പിന്നെ വണ്ടി കയറിയിട്ട് സംസാരിക്കാം. വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ ആ പഴയ ഹിമാലയനെക്കാട്ടിയും കുറച്ച് വെയിറ്റ് കുറവാണ്. പിന്നെ അതേ ദിവസം നോക്കുകയാണെങ്കിൽ ആ പഴയ ഹിമാലയനെ കണ്ടുതന്നെ അതേ രസമായിരുന്നു. ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്ക് പോയാൽ റൈറ്റ് സൈഡ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഐ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒരു ഇഗ്നിഷൻ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്വിച്ച്, പിന്നെ ഒരു ഹസാർഡിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. പോയാൽ ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചസും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും പിന്നെ ഒരു ഹോണും വരുന്നുണ്ട്. മീറ്റർ എന്ന് വെച്ചാൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ മീറ്ററാണ്. അനലോഗും ചെറിയൊരു ഡിജിറ്റൽ മീറ്ററുമായിരുന്നു. കാണിക്കുന്നതെന്ന് വെച്ചാൽ RPM മീറ്റർ, പിന്നെ ഫ്യൂവൽ ഗേജ്, പിന്നെ ടൈം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ട്രിപ്പ് ABC അങ്ങനെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ കിലോമീറ്റർ, പിന്നെ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ താഴെയായിട്ട് വാർണിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മളെ പുതിയൊരു വീഡിയോ. അപ്പോൾ പുതിയൊരു ബൈക്കുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം.